എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വേദഭാഗം ഉൽപ്പത്തി 6:9 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ശേം, ഹാം, യാഫെത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. നോഹയുടെ വംശപാരമ്പര്യം. നോഹയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചുരുക്കമായ വിവരണമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച നോഹ, 8-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നോഹ പിന്നീട് ജീവിച്ച ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. 1-2 വാക്യങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ വളരെ വലുതാണ്. നോഹയുടെ പ്രത്യേകതകളായിട്ട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകും. നോഹ നീതിമാനായിരുന്നു, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. നോഹ നീതിമാനായിരുന്നു. ഈ നീതിമാൻ എന്ന പ്രയോഗം പാപമില്ലാത്തവൻ എന്ന അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്. പാപമില്ലാത്ത മനുഷ്യൻ ലോകത്തിലില്ല. എന്നാൽ ദൈവത്തിൻ്റെ അറിയപ്പെട്ട പ്രമാണങ്ങളെയൊക്കെ അവൻ അനുസരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി അതിനെ ഒരു കമ്പാരിറ്റീവ് റൈച്ചിയസ്നെസ് എന്നും മനസ്സിലാക്കാം. അതായത് ലോകത്തിലുള്ള മറ്റു മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഉന്നത നിലവാരമുള്ള ഒരു ജീവിതം ജീവിച്ച വ്യക്തി എന്ന നിലയിലാണ് നോഹയെ നീതിമാൻ എന്ന് വിളിക്കുന്നത്. നോഹയെ മാത്രമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല ആളുകളെക്കുറിച്ചും അവർ നീതിമാന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നും അവരുടെ പാപമില്ലായ്മയല്ല കാണിക്കുന്നത്. മനുഷ്യരുടെ പൊതുവിലുള്ള ദുഷ്ടത വെച്ച് നോക്കുമ്പോൾ വളരെ ഭേദപ്പെട്ട ജീവിതം നയിച്ച, ദൈവത്തോടടുത്ത് ജീവിച്ച മനുഷ്യരെക്കുറിച്ചാണ് നീതിമാന്മാർ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ നിഷ്കളങ്കനായിരുന്നു എന്നുള്ള പ്രയോഗവും അവിടെയും നോഹയ്ക്ക് പാപമില്ലായിരുന്നു എന്ന ആശയമല്ല. നോഹ പാപം ചെയ്യാതെ ജീവിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നിഷ്കളങ്കമായി തന്നെ നടപ്പിനെ സൂക്ഷിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് എന്നും കാണാം. നീതിമാനായി ഒരു മനുഷ്യൻ പോലും ഇല്ല, പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, ആ പ്രഖ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യത്തോട് വൈരുദ്ധ്യമില്ലാതെ നമുക്ക് ഈ വാക്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല, അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായ പ്രഖ്യാപനമാണ്. എന്നാൽ പാപം ചെയ്യാതെ ജീവിക്കുവാനായിട്ട് ശ്രമിച്ച ഭക്തന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അറിഞ്ഞ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട്. നോഹ അത്തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നിരുന്നൊരു മനുഷ്യനാണ്. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്ന 2-ാമത്തെ വ്യക്തിയാണ് നോഹ. 1-ാമത്തെ വ്യക്തി ഹാനോക്കായിരുന്നു എന്ന് നമുക്കറിയാം. അവരെക്കുറിച്ച് 2 പേരെക്കുറിച്ചും എടുത്തു പറയുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളത്. നോഹ ദൈവത്തോട് കൂടെ നടന്നതും നീതിമാനും നിഷ്കളങ്കനുമൊക്കെ ആയിട്ട് ജീവിച്ചത് നോഹയുടെ സ്വന്തം കഴിവുകൊണ്ടാണ് എന്നല്ല ദൈവവചനം പറയുന്നത്, കൃപ ലഭിച്ചതുകൊണ്ടാണ് എന്നാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ലോകം എത്ര പാപവും തിന്മയും നിറഞ്ഞതാണെങ്കിലും ഒരു മനുഷ്യന് ഇന്നും ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് സാധിക്കും എന്നതാണ്. നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പലപ്പോഴും സാഹചര്യങ്ങളെ കുറ്റം പറയാറുണ്ട്. ഞാൻ ജീവിക്കുന്ന സാഹചര്യം മോശമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് ന്യായം പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഏത് സാഹചര്യത്തിലും നീതിയോടെ ജീവിക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു വിശ്വാസിക്ക് സാധിക്കും എന്ന് തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ ഈ കളങ്കങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിൽ അയച്ച് ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം തന്ന് ദൈവം
നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുവാനായിട്ട് സമയാസമയങ്ങളിൽ കൃപ തന്ന് നമ്മളെ സഹായിക്കുവാനുള്ളപ്പോൾ, നമ്മളെ നടത്തുവാനുള്ളപ്പോൾ, ഏത് വിശ്വാസിക്ക് ഏത് സാഹചര്യത്തിലും അവന് ദൈവത്തോട് കൂടെ നടക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഇന്നുമുണ്ട്, എന്നുമുണ്ട് എന്ന് നാം ഓർത്തിരിക്കണം. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനാണ് നമുക്ക് എളുപ്പം. ഒഴുക്കിന് അനുസരിച്ച് ഒഴുകിപ്പോകാനാണ് എളുപ്പം. പ്രത്യേകിച്ച് അതിന് യാതൊരു വിധത്തിലുള്ള പരിശ്രമവും ആവശ്യമില്ല. ദൈവം നമ്മളെ വ്യത്യസ്തരായി ജീവിക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാപം നിറഞ്ഞ ലോകത്തിൽ, ദൈവത്തെ തള്ളിക്കളയുന്ന ലോകത്തിൽ, അവിശ്വാസം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുരാതന ലോകത്തെ മനുഷ്യരുടെ നടുവിൽ വ്യത്യസ്തനായി ജീവിച്ച നോഹയെപ്പോലെ ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.